ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം നിരവധി ടൂറിസ്റ്റുകൾ വരുന്നു. നമ്മൾ വളരെ സ്നേഹത്തോടെ അവരോട് ഇടപെടുന്നു. ഇപ്പം കുമളിയിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേലിക്കാരിയായ ഒരു വനിത വന്നു. അവരുടെ ഭർത്താവിനോടൊപ്പമാണ്. പക്ഷേ അവരുടെ ഒരു കടയിലേക്ക് ആ ഷോപ്പ് ഉടമ വിളിച്ചു കയറ്റുന്നു. കശ്മീരി സ്വദേശികളായ യുവാക്കളായിരുന്നു. അയാളുടെ പേരറിയാമോ? പേര് അയാസ് അഹമ്മദ് റാത്തർ. അപ്പോൾ ഈ വിളിച്ചു കയറ്റിയ ആൾ പിന്നീട് ഇവർ ഇസ്രയേലിക്കാരിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെ മോശമായിട്ട് ഇടപെടുന്നു. അപ്പം നമ്മുടെ കേരളത്തിന് തന്നെയല്ലേ ഒരു നാണക്കേട്, രാജ്യത്തിന് തന്നെയല്ലേ ഒരു വലിയ നാണക്കേട്. പലരും ചോദിക്കുന്നുണ്ട് എന്താണ് നമ്മൾ ABC ഈ വിഷയത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? അതെ, അത് നമ്മളിടയ്ക്കൊന്ന് ചില തിരക്കുകളിൽ പെട്ട് പോയതുകൊണ്ട് പറഞ്ഞതാണ്. മാത്രമല്ല അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നറിയാൻ കൂടെ നോക്കിയതാണ്. പക്ഷേ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട വേറൊരു സംഭവം ഉണ്ടായി. സിനു ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് 2 ഇസ്രയേലിലെ ഓസ്ട്രേലിയൻ ജൂത വനിതകൾ വന്നിരുന്നു. അതിൽ ഒരാളുടെ പേര് സാറ മിഷേൽ ഫിലാൻഡിയ എന്നായിരുന്നു. സാറ മിഷേൽ ഫിലാൻഡിയയും കൂട്ടുകാരിയും കൂടെ ഓസ്ട്രേലിയക്കാരാണ്, ജൂതന്മാരാണ്, ജൂത വനിതകളാണ്. അവർ ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് വന്നപ്പോൾ SIO സ്റ്റുഡൻറ്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റോ വിദ്യാർത്ഥി സംഘടനയാണ്, അവരൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുള്ള ബോർഡ്. ഇത് കണ്ട് സ്വാഭാവികമായും ഹമാസ് എന്നുള്ള ഭീകർ തങ്ങളുടെ നാട്ടിലേക്ക് കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇരച്ചു കയറി തങ്ങളുടെ കുഞ്ഞുങ്ങളെ, തങ്ങളുടെ സഹോദരികളെ, തങ്ങളുടെ നാട്ടുകാരെ, ഒരുപക്ഷെ ഇവരുടെ ബന്ധുക്കൾ പോലും ഉണ്ടാവാം. ജൂതന്മാർക്ക് ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന പോലെ ജൂതന്മാർക്കും ഉണ്ട്. അവർ വളരെ കുറച്ച് പേര്, ലോകത്താകെ 2 കോടി പേരേ ഉള്ളൂ. അവർ ഒരേ മനസ്സോടെ ഒരു ജൂതനെ തൊട്ട് അവർ വേദനിക്കും. കാരണം അങ്ങനെ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും തമ്മിൽ ഒരു പാരസ്പര്യമുണ്ട്, സൗഹൃദമുണ്ട്, ആത്മബന്ധമുള്ള ഒരു ജനതയാണ് ജൂതന്മാർ. അപ്പോൾ ഈ ഹമാസിനെ ന്യായീകരിച്ചുകൊണ്ട് ഹമാസിന് അഭിവാദ്യം അർപ്പിക്കുന്നൊരു ബോർഡ് കണ്ടപ്പോൾ സ്വാഭാവികമായും ഈ ഷിലാൻഡിയ എന്ന് പറഞ്ഞ ജൂത സ്ത്രീക്ക് ധാർമ്മിക രോഷം വന്ന് അവർ ആ ബോർഡല്ല പോസ്റ്റർ വലിച്ചു കീറിയപ്പോൾ SIOയുടെ ആളുകൾ വന്നിട്ട് ഇവരെ വളഞ്ഞു, ബഹളമായി, പോലീസ് വന്നു, അറസ്റ്റ് ചെയ്തു. 2 മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് 153 ഇട്ട് കേസെടുത്തു. കൊച്ചി പോലീസ്, കേരള പോലീസ് കേസും എടുത്തു. ഓക്കെ, കേസെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഇവർ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പോയപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ 10 ഹൈക്കോടതി FIR റദ്ദാക്കി. ഇവർ തിരിച്ചു പോകാൻ പറഞ്ഞു. കേസില്ല. പക്ഷേ ഇതിനിടയ്ക്ക് കേരള പോലീസ് വേറെ പണി ചെയ്തു. ഈ സാറ മിഷേൽ ഫിലാൻഡിയ എന്ന് പറയുന്ന ജൂത സ്ത്രീയെ കാണാനില്ല. അവരെ ലുക്കൗട്ട് നോട്ടീസ് പിടിച്ചു. എന്തോ വലിയ റോബറിയൊക്കെ നടത്തിയ ഭീകര കുറ്റവാളിയെ പോലെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. എയർപോർട്ടിൽ വെക്കാൻ നോട്ടീസ്. ഇവരെ വന്ന് അവിടെ പിടിച്ച് എന്ത് ഇവിടെ വന്ന് അവരൊരു പോസ്റ്റർ കയറി. ശരി, ഒരു പോസ്റ്റർ കയറി എന്നതിൻ്റെ പേരിൽ ഓസ്ട്രേലിയക്കാരിയായ ഒരു വനിതയ്ക്കെതിരെ, ജൂത വനിതയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അത് ഇവരെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ വേണ്ടി ബ്യൂറോ ഓഫ് എമിഗ്രേഷന് കേരള പോലീസ് കത്ത് കൊടുത്തു. അപ്പോൾ രാജ്യത്തെ എല്ലാ എയർപോർട്ടുകളിലും എല്ലായിടത്തും ഇവരുടെ ലുക്കൗട്ട് നോട്ടീസ് ഉണ്ട്. അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻസിയെ കൊണ്ട് കേരള പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഭീകര കുറ്റവാളിയാണല്ലോ. ഇവിടെ വന്നിട്ട് ഇവിടെ കേരള പോലീസിന് വശംവദരായി അല്ലേ പറ്റുള്ളൂ. കാരണം ഹമാസിനെ ഏറ്റെടുത്ത് നെഞ്ചേറ്റിൽ ആളിക്കുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഡൽഹി ഹൈക്കോടതി കേസ് കൊടുത്തു. ഡൽഹി ഹൈക്കോടതി ഇന്നലെ ഇവരുടെ ലുക്കൗട്ട് നോട്ടീസ് റദ്ദാക്കി. ഒരു കാര്യമില്ലാത്ത കേസാണ്. അനാവശ്യമായി ഇവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് ലുക്കൗട്ട് നോട്ടീസ് എന്ന് പറഞ്ഞ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കി. ഏതെങ്കിലും പത്രത്തിൽ കണ്ടോ? ഇല്ല. മറ്റേ ഇസ്രയേലിൽ നിന്ന് വന്ന 2 വിനോദസഞ്ചാരിയെ ആക്രമിച്ച പത്രത്തിലുണ്ടായിരുന്നു. എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നല്ലോ. ഇതില്ലല്ലോ. ഇല്ല. അതെന്താ കൊടുക്കുന്നത്? അപ്പോൾ നമ്മുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റപ്പ് എന്ന് പറയുന്നത്, അല്ല ഈ പത്രങ്ങളുടെയൊക്കെ മൈൻഡ് സെറ്റപ്പ്. അപ്പോൾ ഞാൻ പറയുന്നത്, സിനു പറഞ്ഞ പത്രങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇസ്രയേൽ പൗരന്മാരെ ആക്രമിച്ച വാർത്തയും സ്വാഭാവികമായും കൊടുക്കാൻ പാടില്ലാത്തതാണ്. അതെ. കാരണം ഇസ്രയേലുകാരെ ആക്രമിക്കുക എന്നുള്ളത്, ജൂതന്മാരെ ആക്രമിക്കുക എന്നത് കേരളത്തിലെ ഈ ഹമാസിസ്റ്റുകളുടെ മൗലികാവകാശമാണല്ലോ. അപ്പോൾ ഏതായാലും ഇത് വാർത്തയായില്ല. അപ്പോൾ ഞാൻ ഇത് റദ്ദാക്കിയത് ഒരിടത്തും വാർത്തയായിട്ടില്ല. അപ്പോൾ കൊച്ചി പോലീസ് എടുത്ത ഈ നടപടി തെറ്റല്ലേ? വിദേശത്ത് നിന്ന് വന്ന 2 വനിതകളാണ്. കേരളം നേരത്തെ സിനു പറഞ്ഞത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞ് അവിടെ കാണാൻ വന്നു. അവരൊരു പോസ്റ്റർ കയറി എന്ന പേരിൽ അവരെ ജനക്കൂട്ടം ആക്രമിക്കാൻ നോക്കി. ജനക്കൂട്ടമല്ല, വർഗീയവാദികൾ, മതഭ്രാന്തന്മാർ ആക്രമിക്കാൻ നോക്കി. അവരെ പിടിച്ചു വെച്ചു, അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി, അവരെ കേസെടുത്തു, അവരെ കോടതിയിൽ ഹാജരാക്കി. എന്നിട്ട് അവർക്ക് രാജ്യം വിട്ടു പോയിരിക്കാൻ ലുക്കൗട്ട് നോട്ടീസും ഇറക്കി. അവരിനി മേലിൽ ഇന്ത്യയിൽ വരുമോ? അവർ മാത്രമല്ല, അവർക്ക് അറിയാവുന്ന ഒരാളെ അവർ ഇന്ത്യ. കാരണം ഇങ്ങനെയാണ് ഇന്ത്യയിൽ വന്നപ്പോൾ കേരളത്തിൽ പോലും പറയും. കേരളത്തിൽ ഹമാസുകാരാണ് ഭരിക്കുന്നത്.
ഹമാസിൻ്റെ ആളുകളാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് പോലീസും ഭരണകൂടവും നിൽക്കുന്നതെന്ന് അവർ കരുതില്ലേ? അപ്പോൾ ഒടുവിൽ അവർക്ക് ഡൽഹി ഹൈക്കോടതിയാണ് അവർക്ക് റിലീഫ് കൊടുത്തിരിക്കുന്നത്. ഇനിയാണ് അവർക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. കാരണം വിമാനത്താവളങ്ങളിൽ ലുക്കൗട്ട് നോട്ടീസ് കൊടുത്താൽ പോകാൻ പറ്റുമോ? ഒരു വിമാനത്താവളം വഴി പോകാൻ പറ്റുമോ? എത്ര വലിയ അനീതിയാണ് കാണിച്ചത്. വേണമെങ്കിൽ 153A ഇട്ട് 2 ജൂത വനിതകൾ ആസ്ട്രേലിയയിൽ വന്നവർ കേരളത്തിൽ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം പരാജയപ്പെടുത്താൻ വേണ്ടി കേരള പോലീസ് ജാഗ്രതയോടെ പ്രവർത്തിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ എന്തേ ആ ജാഗ്രത കുമളി കണ്ടില്ല? ഇതേ ജാഗ്രത ഇതിനേക്കാളും ഭീകരമായ കാര്യമല്ലേ ഇത്? ഇവർ 2 പോസ്റ്റർ കയറി. ആ പോലീസ് തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത് ഷിലാൻഡിയ എന്ന് പറയുന്ന സ്ത്രീ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ മദ്യലഹരിയിലായിരിക്കും ഒരു പോസ്റ്റർ കയറിയത്. അതിൻ്റെ പേരിലാണ് ഇവരെ ഇത്രമാത്രം വേട്ടയാടിയത്. എല്ലാ വിമാനത്താവളങ്ങളിലും ഇവരുടെ ഫോട്ടോ ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തു ഇവർ രാജ്യം വിട്ടു പോകാതിരിക്കാൻ. എങ്ങനെയുണ്ട് അത്? ഇന്ത്യയായിട്ട് വലിയ സൗഹൃദമുള്ള രാജ്യം ഇസ്രയേൽ. ഓസ്ട്രേലിയയായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്. ഇസ്രയേൽ പൗരന്മാരാണ്, ഓസ്ട്രേലിയയിൽ ആണ് ചിലപ്പോൾ ഡ്യുവൽ സിറ്റിസൺഷിപ്പ്, 2 ഇരട്ട പൗരത്വം കാണും അവർക്ക്. അങ്ങനെയും വരാം. അത് ക്രോസ് ചെക്ക് ചെയ്യണം, എനിക്ക് ഉറപ്പില്ല, ഞാൻ ഗസ് ചെയ്ത് പറയുകയാണ്. ഏതായാലും 2 രാജ്യങ്ങളോട് ചെയ്ത ഒരു അനീതിയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ കാണിച്ച ജാഗ്രത ഇപ്പോൾ നമ്മൾ ഈ സംഭവം ഉണ്ടായിട്ട് 36 മണിക്കൂർ കഴിയുന്നല്ലേ? എന്തുകൊണ്ടാണ് കുമളിയിൽ ഈ കടയിലേക്ക് കയറി അവർ സാധനം വാങ്ങാൻ കയറി ഹയാസ് അഹമ്മദ് റാത്തർ എന്ന് പറയുന്ന ഈ കാശ്മീരി തീവ്രവാദി, അങ്ങനെ തന്നെ പറയണം, തീവ്ര ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. ഇയാളെക്കുറിച്ച് മുമ്പും പരാതി ഉണ്ടായിട്ടുണ്ട്. ആ കടയിൽ വരുന്നവരോട് നിങ്ങൾ ഏത് രാജ്യക്കാരാണെന്ന് ചോദിക്കും. എന്തിനാണ് ഇയാൾ ഏത് രാജ്യക്കാരാണെന്ന് ചോദിക്കുന്നത്? കച്ചവടം നടത്തിയാൽ പോരെ? അപ്പോൾ അവൻ ഇസ്രയേലിയാണോ എന്ന് അറിയണം. ഇസ്രയേലിൽ നിന്നുള്ളതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിക്കണം. അതിനുവേണ്ടി ഇവരെ വല്ലാതെ ആക്ഷേപിക്കുമ്പോൾ ഈ കുമളിയിലെ വന്ന ജൂതന്മാർ ചോദിക്കുന്നത്, നിങ്ങൾ ഇന്ത്യ ഒരു മഹത്തായ രാജ്യമല്ലേ, അതിൻ്റെ കൾച്ചർ കാണിക്കുമോ? ഇന്ത്യൻ സംസ്ഥാനം, ഇന്ത്യയുടെ സ്വഭാവം ഇതല്ലല്ലോ എന്നൊക്കെ പറയുന്നത് ആർക്കാ അപമാനം ഉണ്ടായിരിക്കുന്നത്? കേന്ദ്ര സർക്കാർ ഇപ്പം നമ്മൾ മട്ടാഞ്ചേരിയിലെ സിനഗോഗിലെ കേരളത്തിലെ ഏറ്റവും ഇപ്പം സർക്കാർ ഏറ്റെടുക്കുന്ന സിനഗോഗാണ്. അതിൻ്റെ ഭാഗത്ത് ചെന്നാൽ യന്ത്രത്തോക്ക് എത്തിയ പോലീസുകാർ കാവലുണ്ട്. ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഹൈ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഇസ്രയേലുമായി ബന്ധപ്പെട്ട ജൂതന്മാരുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും ഇസ്രയേൽ പൗരന്മാർക്കും പ്രത്യേക പരിഗണനയും ഉയർന്ന സുരക്ഷയും കൊടുക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ നിർദ്ദേശമുണ്ട്. അതുണ്ടായിരിക്കെയാണ് ഈ സംഭവം നടന്നിട്ട് ഇത്ര സമയമായിട്ടും കേരള പോലീസ് എഫ്ഐആർ ഇടാത്തത്. ഫോർട്ട് കൊച്ചിയിലെ പെണ്ണുങ്ങൾക്കെതിരെ എന്തൊരു ജാഗ്രതയായിരുന്നു. അപ്പോൾ കേരള പോലീസിനൊരു ഇരട്ടത്താപ്പുണ്ട്. ഇസ്രയേലുകാരെ ആക്ഷേപിച്ചവർക്കെതിരെ കേസെടുക്കത്തില്ല, ജൂതന്മാർക്കെതിരെ വേണം ഞങ്ങൾ കേസെടുക്കും എന്ന് കേരള പോലീസ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ മോശമാണ്. നമ്മുടെ രാജ്യാന്തര ബന്ധങ്ങളെപ്പോലും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി എങ്ങനെയാണ് ഈ കേസ് പുറത്തു വന്നത്? ശരിക്കും പറഞ്ഞാൽ അതിനെ അഭിനന്ദിക്കേണ്ടത് ഈ ജൂത ദമ്പതികൾ യാത്ര ചെയ്ത ഓട്ടോറിക്ഷ ഡ്രൈവറായ സിദ്ധാർത്ഥനെയാണ്. സിദ്ധാർത്ഥൻ്റെ കൂടെ വന്ന് അവരെ കട ആൻറ്റിക്കൊക്കെ മേടിക്കാൻ കയറി. അപ്പോൾ മേടിക്കാൻ കയറിയതല്ല, ഇയാൾ ക്യാൻവാസ് ചെയ്ത് വിളിച്ചോണ്ട് പോയത്. ക്യാൻവാസ് ചെയ്ത് വിളിച്ചോണ്ട് പോയി. അപ്പോൾ സിദ്ധാർത്ഥൻ ഒരു കൂട്ടുകാരുടെ കൂടെ അപ്പുറത്ത് പോയിട്ട് ഒരു ജ്യൂസ് കുടിക്കാൻ പോയി. അപ്പോഴാണ് ബഹളം കേട്ടത്. ബഹളം കേട്ടപ്പോൾ ഇവരെ ആക്ഷേപിച്ച് ഇറക്കി വിടുന്നുണ്ടപ്പോൾ സിദ്ധാർത്ഥൻ പൊട്ടിത്തെറിച്ചു. അതായത് എൻ്റെ നാട്ടിൽ വന്നവരെ അപമാനിക്കാൻ പറ്റും, എൻ്റെ വണ്ടിയെ വന്നവരാ, ഈ നാട് കാണാൻ വന്നവരെ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന നല്ലവനായ മാതൃകയായ കുമളിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ, അദ്ദേഹത്തെ നമ്മൾ കാണുന്നില്ല. അദ്ദേഹത്തിന് ABCയുടെ സല്യൂട്ട്. സിദ്ധാർത്ഥന് നമ്മൾ അഭിവാദ്യം ചെയ്യണം. കാരണം കേരള പോലീസിന് തോന്നാത്ത ജാഗ്രത സിദ്ധാർത്ഥൻ കാണിച്ചു. സിദ്ധാർത്ഥൻ ഇടപെട്ടു, സിദ്ധാർത്ഥൻ ബഹളം വെച്ചു, ആളെ കൂട്ടി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവരും ഉന്നതമായ നീതിബോധത്തോടെയാണ് പ്രവർത്തിച്ചത്. അതെ അല്ലേ? തെറ്റാണെന്ന് പറഞ്ഞു അവനെ കൊണ്ട് നോക്കി അവനെ അവിടുന്ന് മാറ്റിച്ചു. അവൻ്റെ സഹോദരനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. ഇനി മേലാൽ ഈ കടയിലേക്ക് വരരുത് പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ അത് പോരല്ലോ, അവരാക്രമിക്കപ്പെട്ടിരുന്നെങ്കിലോ? അതെ, ജൂതന്മാരായ ഇസ്രയേലിൽ നിന്ന് വന്നിരിക്കുന്ന 2 പേർ ഇന്ത്യയിൽ കേരളത്തിൽ ആക്രമിക്കപ്പെട്ടാൽ ഇതിനേക്കാൾ വലിയ അപമാനം ഉണ്ടാവുമായിരുന്നു. അപമാനം മാത്രമല്ലോ, ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ വല്ലാണ്ട് ബാധിക്കില്ലേ? നയതന്ത്ര ബന്ധമൊക്കെ ഇപ്പം ലോകത്ത് പലയിടത്തും ഇസ്രയേലികൾക്ക് ജൂതന്മാർക്കെതിരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവർക്ക് വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഡച്ചിൽ സോക്കറിന് പോയതിൻ്റെ പേരിലുള്ള ഇഷ്യൂ. അതെ, അവസാനം അവർ വിമാനം അയച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്ത്യയുമായി വളരെ നല്ല സൗഹൃദത്തിൽ കഴിയുന്ന ഒരു രാജ്യത്തെ പൗരന്മാരെ പരസ്യമായി ആക്ഷേപിച്ചിട്ട് അവിടെ വേണമെങ്കിൽ 153 ഇട്ടൂടെ? 2 വിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടാക്കാൻ എന്താ കേരള പോലീസിന് മടി? ഇടുക്കി പോലീസിന് എന്താ മടി? അപ്പോൾ ഇരട്ടത്താപ്പ് കാണിക്കാൻ പറ്റില്ല. അങ്ങനെ കൂടെ വേണ്ട ആയിരിക്കാം. ഏതായാലും വളരെ വളരെ മോശപ്പെട്ട കാര്യമാണ്. കാരണം കേരളത്തിൽ ഇനിയിപ്പോൾ ജൂതന്മാർക്ക് കേരളത്തിൽ വരാൻ പാടില്ലായിരിക്കും അല്ലേ? അതൊരു തെറ്റായ സന്ദേശം കൂടി നൽകുന്നത്. തെറ്റായ സന്ദേശമാണ്. നമ്മൾ രാജ്യാന്തര ബന്ധങ്ങളെ ബാധിക്കും. നമ്മൾ കേരളത്തിൽ ഒരു
ടൂറിസം മന്ത്രിയില്ലേ റിയാസ്, അതെ. മുഹമ്മദ് റിയാസ്, അറിഞ്ഞില്ലേ? മുഹമ്മദ് റിയാസ് ഇത് വളരെ മോശമായി പോയി എന്ന് പറയണ്ടേ? സത്യത്തിൽ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ മന്ത്രി ഈ ജൂതന്മാർ എവിടെയുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാൻ പറ്റും. സംസ്ഥാനത്തെ മന്ത്രിയാണ്. പോലീസിന് വഴി ബന്ധപ്പെട്ടിട്ട് അവരോട് വിളിച്ചിട്ട് കേരളത്തിൽ നിങ്ങൾക്കുണ്ടായ അപമാനത്തിന്, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റിയാസിൻ്റെ ഖ്യാതി എത്രത്തോളം വലുതാവും? പക്ഷേ റിയാസിന് പറ്റത്തില്ല. മന്ത്രിസ്ഥാനം കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകണ്ടേ? മന്ത്രിസ്ഥാനം മാത്രമല്ല, അത് മുഹമ്മദ് റിയാസ് എന്നുള്ള പേര് അദ്ദേഹത്തിന് ചിലപ്പോൾ തടസ്സമാവും. പക്ഷേ ഞാൻ അങ്ങനെ കരുതില്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് ഇത് ചെയ്യാം. അദ്ദേഹം മുസ്ലിം ആണെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്കറിയില്ല മുഹമ്മദ് റിയാസ് ഒരു കമ്മ്യൂണിസ്റ്റ് ആകുമോ മുസ്ലിമായി ചുരുങ്ങുമോ എന്നറിയില്ല. ഏതായാലും വളരെ മോശമാണ് റിയാസെ. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ മന്ത്രിയായിരിക്കുന്ന ഈ സംസ്ഥാനത്തേക്ക് 2 ഇസ്രയേലി പൗരന്മാർ ജൂതന്മാർ വന്നപ്പോൾ അവരെ അപമാനിച്ച ഹയാസ് അഹമ്മദ് റാത്തർ ഇപ്പോഴും അവിടെ കട തുറന്നിരിപ്പുണ്ട്. ലജ്ജാകരം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.